നിങ്ങൾക്ക് 1:45 കൂടി നിങ്ങൾക്ക് ടെസ്റ്റ് ബുക്ക്ലെറ്റ് പ്രൊവൈഡ് ചെയ്യും. സോ ഈ ഒരു 3 ടൈമിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിഗ്നൽ കിട്ടും. അതായത് 2 തവണ സൈൻ ചെയ്യണം. ഹലോ ഡി നീറ്റ് ആസ്പിരൻസ്, ദിസ് ഇസ് എൻജെ ഫ്രം മാർക്കനെക്സ്. സോ മക്കളെ, എക്സാം ഹോളിൽ നമ്മൾ പാലിക്കേണ്ട പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് എൻടിഎയുടെ നിർദ്ദേശങ്ങൾ. എക്സാം ഹോൾ ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ആദ്യം ടൈമിംഗ് ഒന്ന് പറയാണ്. എക്സാമിന്റെ ഡേറ്റ് നമുക്കറിയാം, മെയ് 3-ാം തീയതി സൺഡേ ആണ്. എക്സാമിനേഷൻ ടൈം എന്ന് പറയുന്നത് 3 hours ആണ്, 2 PM മുതൽ 5 PM വരെ. റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് 11 മണി തൊട്ടാണ് റിപ്പോർട്ടിംഗ് ടൈം വരുന്നത്. ആൻഡ് ഗേറ്റ് ക്ലോസിംഗ് ടൈം 1:30. 1:30 ശേഷം വരുന്ന ആരെയും എക്സാം ഹോളിലേക്ക് പ്രവേശിപ്പിക്കില്ല. ദെൻ നിങ്ങളുടെ ടെസ്റ്റ് ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് 1:45 കിട്ടും. അതായത് 1:45 കൂടി നിങ്ങൾക്ക് ടെസ്റ്റ് ബുക്ക്ലെറ്റ് ഇൻവിജിലേറ്റർ പ്രൊവൈഡ് ചെയ്യും. 1:50 കൂടി അതിൽ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ദെൻ 2 മണിക്കായിരിക്കും എക്സാം സ്റ്റാർട്ട് ചെയ്യുക. 5 മണിക്ക് എക്സാമിനേഷൻ എൻഡ് ചെയ്യും. എക്സാം എൻഡ് ചെയ്യുന്നത് വരെ ആർക്കും പുറത്തേക്ക് പോകാനുള്ള അനുമതി ഇല്ല. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. എക്സാം ഹോളിൽ തീർച്ചയായും അഡ്മിറ്റ് കാർഡുമായിട്ട് മാത്രം വരിക. അഡ്മിറ്റ് കാർഡ് ഇല്ലാത്ത കുട്ടികളെ ഒരു കാരണവശാലും എക്സാം ഹോളിലേക്ക് പ്രവേശിപ്പിക്കില്ല. അഡ്മിറ്റ് കാർഡ് നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കരുതുക. സെന്ററിൽ ചെന്നിട്ട് ഒന്നും എടുക്കാൻ യാതൊരു ഓപ്ഷൻസും ഇല്ല. അഡ്മിറ്റ് കാർഡ് എടുത്ത് അതിലൊരു ഫോട്ടോഗ്രാഫ് ഒട്ടിച്ച് ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ ഇട്ട് സെക്കൻഡ് പേജിൽ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിച്ചിട്ട് മാത്രം പോവുക. എക്സ്ട്രാ ഒരു ഫോട്ടോഗ്രാഫ് കയ്യിൽ കരുതുക. അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാൻ വാലിഡ് ID പ്രൂഫ്, ആധാർ കാർഡ് കയ്യിൽ കരുതുക. യെസ്. ആൻഡ് അടുത്തത് പറയുന്നത്, ഓരോ കുട്ടികൾക്കും ഒരു റോൾ നമ്പർ ഉണ്ട്. അപ്ലിക്കേഷൻ നമ്പർ അല്ല, അഡ്മിറ്റ് കാർഡിലുള്ള റോൾ നമ്പർ. അത് കൃത്യമായിട്ട് നിങ്ങളുടെ സീറ്റിൽ എഴുതി വെച്ചിരിക്കും. നിങ്ങൾക്ക് അലോട്ട് ചെയ്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് അലോട്ട് ചെയ്ത സീറ്റ് നമ്പറിൽ, അതായത് നിങ്ങളുടെ റോൾ നമ്പർ എഴുതി വെച്ച സീറ്റിൽ മാത്രം ഇരിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്യും, നിങ്ങളെ പുറത്താക്കുന്നതാണ്. നിങ്ങളുടെ എക്സാമിനേഷൻ, നിങ്ങളുടെ കാൻഡിഡേച്ചർ ക്യാൻസൽ ചെയ്യും. സോ നിങ്ങളുടെ റോൾ നമ്പർ ഉള്ളിടത്ത് മാത്രം പോയി ഇരിക്കുക കുഞ്ഞുങ്ങളെ. റെഡി? ഇനി എക്സാമിനേഷൻ നടക്കുന്ന ടൈമിൽ ഇൻവിജിലേറ്റർ വരും. അദ്ദേഹം നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ചെക്ക് ചെയ്യുന്നതാണ്. ആൻഡ് ഇൻവിജിലേറ്റർ അതിൽ സൈൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ സൈൻ ചെയ്യും. ആൻസർ ഷീറ്റിലും അറ്റൻഡൻസ് ഷീറ്റിലും, ഈ രണ്ടെണ്ണത്തിലും സൈൻ ചെയ്യും. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡൊക്കെ നോക്കി നിങ്ങൾ തന്നെ അല്ലേ അതെന്ന് അവർ വെരിഫൈ ചെയ്ത്, അറ്റൻഡൻസ് ഷീറ്റ് ഉണ്ടായിരിക്കും, അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാനുള്ള ഫോട്ടോഗ്രാഫ് ആണ് വേണ്ടത്. ആൻസർ ഷീറ്റിലും ഇൻവിജിലേറ്ററുടെ സൈൻ വേണ്ട പ്ലേസ് ഉണ്ട്, അവിടെയും രണ്ടിടത്തും അദ്ദേഹം സൈൻ ചെയ്യുന്നതായിരിക്കും. അദ്ദേഹത്തിന്റെ സൈൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കൂടി ഉറപ്പുവരുത്തുക. നിങ്ങളുടെ കൂടെ റെസ്പോൺസിബിലിറ്റി ആണ്. എന്തായാലും സൈൻ ചെയ്യും. ബട്ട് നിങ്ങളൊന്ന് നോക്കിയേക്കുക, അറ്റൻഡൻസ് ഷീറ്റിലും സൈൻ വേണം. അതേപോലെ നിങ്ങളുടെ ആൻസർ ഷീറ്റിലും OMR ഷീറ്റിലും സൈൻ ചെയ്യണം. Candidate who come after 1:30 shall not promoted to enter the examination center under any circumstance. 1:30 ശേഷം വരുന്ന ഒരാളെയും ഒരു കാരണവശാലും എക്സാം ഹോളിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ല. സ്ട്രിക്റ്റ് റൂളാണ്. ഒരിക്കലും പ്രവേശിപ്പിക്കില്ല മക്കളെ. ഒരു വിധത്തിലുള്ള കൺസെഷനും കിട്ടില്ല. അതുകൊണ്ട് ഒരിക്കലും ലേറ്റ് ആവാൻ നിൽക്കരുത്. ഓക്കെ, ഈ പറയുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അഡ്മിറ്റ് കാർഡിന്റെ പ്രിന്റഡ് കോപ്പി, NTA വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത പ്രിന്റഡ് കോപ്പി, അപ്ലിക്കേഷൻ ഫോമിൽ ഒട്ടിച്ച അതേ ഫോട്ടോഗ്രാഫ് ഇതിൽ പേസ്റ്റ് ചെയ്തിരിക്കണം, ഒട്ടിച്ചിരിക്കണം. നിങ്ങൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും സെക്കൻഡ് പേജിൽ ഒട്ടിച്ചിരിക്കണം നമ്മളുടെ ഈ ഒരു അഡ്മിറ്റ് കാർഡിൻ്റെത്. അതും അപ്ലിക്കേഷൻ ഫോമിൽ കൊടുത്ത അതേ കാര്യം എന്നാണ് പറയുന്നത്. ദെൻ അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഉണ്ടായിരിക്കണം. ദെൻ പറയുന്നത്, ഏതെങ്കിലും ഓതറൈസ്ഡ് ഫോട്ടോ ID പ്രൂഫ്, അത് ഒറിജിനൽ ആയിരിക്കണം. ആ ഒരു ID പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ദെൻ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും കയ്യിൽ കരുതണം. യെസ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഒരു ബാർഡ് ഐറ്റംസും എക്സാം ഹോളിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല. അതായത് NTA പറഞ്ഞിട്ടുണ്ട്, ഇന്ന സാധനങ്ങൾ കയറ്റാൻ പാടില്ല. പ്രിന്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സോ അല്ലെങ്കിൽ പെന്നോ ബുക്സോ യാതൊരു കാര്യങ്ങളും, മൊബൈൽ ഫോൺ, കാൽക്കുലേറ്റർ, ലോഗരിതം ടേബിൾ ഒന്നും നിങ്ങൾക്ക് അലൗഡ് അല്ല. ഈ ബാർഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും എക്സാം ഹോളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. യാതൊരു വിധത്തിലുള്ള മാൽ പ്രാക്ടീസും സെന്ററിൽ കാണിക്കാൻ പാടില്ല. നിങ്ങളെ ഡീബാർ ചെയ്യപ്പെടുക വരെ ചെയ്യും. സോ യാതൊരു വിധത്തിലുള്ള മാൽ പ്രാക്ടീസും എക്സാം ഹോളിൽ കാണിക്കാൻ പാടില്ല കുഞ്ഞുങ്ങളെ. Candidates are advised in their own interest not to bring any of the barred items to the venue of the examination, as arrangement for safekeeping will not be made and candidates found in possession of these items will not be allowed to enter the examination center. അതായത് നിങ്ങൾ ബാർഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റംസ്, ഇപ്പോൾ നമ്മൾ ഗോൾഡിന്റെ ഒരു മാല നിങ്ങളുടെ കഴുത്തിലുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റാലിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ട്,
സെന്ററിനുള്ളിലേക്ക് കയറ്റില്ല. അത് പുറത്ത് സേഫ് ആയിട്ട് സൂക്ഷിക്കാൻ അവർ യാതൊരു വിധത്തിലുള്ള പ്ലേസും പ്രൊവൈഡ് ചെയ്യുന്നില്ല, സേഫ്റ്റി എൻഷുർ ചെയ്യുന്നില്ല. സോ ആ കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ചിട്ട് തന്നെ വരിക, അല്ലെങ്കിൽ പാരന്റിനെ ഏൽപ്പിക്കുക. ഈ 2 കാര്യങ്ങളെ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. ഒന്നും തന്നെ എക്സാം ഹോളിലേക്ക് കൊണ്ടുവരരുത്. എക്സാം കഴിയുന്നത് വരെ ഒരാൾക്ക് പോലും എക്സാം ഹോളിന്റെ വെളിയിലേക്ക് പോകാൻ സാധിക്കില്ല. അപ്പൊ അവസാനം വരെ നിങ്ങൾ എന്തിരിക്കണം? എക്സാം ഹോളിൽ ഇരിക്കണം. യെസ്, OMR ഷീറ്റ് ഇൻവിജിലേറ്റർക്ക് കൊടുത്തിട്ട്, ഡ്യൂട്ടിയിലുള്ള ഇൻവിജിലേറ്റർക്ക് കൊടുത്തിട്ട് മാത്രം എക്സാം ഹോളിന് പുറത്തേക്ക് പോവുക. ഇൻവിജിലേറ്റർക്ക് അത് കൊടുത്തു എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ കൂടെ റെസ്പോൺസിബിലിറ്റി ആണ് കുഞ്ഞുങ്ങളെ. യെസ്, അടുത്തത് എക്സാം ഹോളിൽ സ്മോക്കിങ്ങോ അങ്ങനെ യാതൊരുവിധ കാര്യങ്ങളും പാടില്ല. വാട്ടർ ബോട്ടിൽസ്, ടീ, കോഫി, കോൾഡ് ഡ്രിങ്ക്സ്, സ്നാക്സ് ഇതൊന്നും അലൗഡ് അല്ല. അതിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽസ് എടുക്കാം എന്നുള്ള കാര്യം ഇന്ത്യ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. വെള്ളം നിങ്ങൾക്ക് എടുക്കാം, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ബോട്ടിലായിരിക്കണം. സ്റ്റിക്കറോ കാര്യങ്ങളോ ഒന്നും ഒട്ടിച്ച ബോട്ടിലായിരിക്കരുത്. ഫുഡ് ഐറ്റംസോ സാൻഡ്വിച്ചോ ചോക്ലേറ്റ് ക്യാൻഡി തുടങ്ങിയ ഫുഡ് ഐറ്റംസോ കാര്യങ്ങളോ ഒന്നും, സ്നാക്സോ കാര്യങ്ങളോ ഒന്നും എടുക്കാനായിട്ട് പാടില്ല. കഴിക്കാനുള്ള സാധനങ്ങളൊന്നും എടുക്കരുത് നിങ്ങൾ. അതൊക്കെ കഴിച്ച് എല്ലാം, ഈവൻ സത്യം പറയുകയാണെങ്കിൽ യൂറിനേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം എക്സാം ഹോളിലേക്ക് കയറാൻ. ആദ്യത്തെ 1 hour ബൈ ബ്രേക്സ്, ടോയ്ലറ്റ് ബ്രേക്സോ കാര്യങ്ങളോ ഒന്നും അനുവദിക്കത്തില്ല. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ക്ലിയർ ആയിട്ട് നിങ്ങൾ എക്സാം ഹോളിലേക്ക് കയറുക. എന്താണോ അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന ടൈം അതേ സമയത്ത് 2 മണിക്ക് തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യും, 5 മണിക്ക് തന്നെ എക്സാം അവസാനിക്കും. ഒരു വിധത്തിലുള്ള കൺസെഷനും തുടങ്ങുന്നതിനും അവസാനിക്കുന്നതിനും ഒന്നും നമുക്ക് കിട്ടില്ല. കറക്റ്റ് ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാം എഴുതി വൈൻഡപ്പ് ചെയ്യുക. ദെൻ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇൻവിജിലേറ്റർ നിങ്ങൾക്ക് നൽകും. ആ നിർദ്ദേശങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ പാലിക്കുക. ഇൻവിജിലേറ്റർ എന്തൊക്കെ കാര്യങ്ങളാണോ പറയുന്ന ആ കാര്യങ്ങളൊക്കെ. ദെൻ നിങ്ങൾക്ക് സിഗ്നൽ കിട്ടും. എപ്പോഴൊക്കെയാണെന്ന് ചോദിച്ചാൽ എക്സാം ബിഗിൻ ചെയ്യുമ്പോഴും എക്സാമിന്റെ ഹാഫ് ടൈം പകുതി സമയമാകുമ്പോഴും ഒരു സിഗ്നൽ കിട്ടും. അതേപോലെ ക്ലോസിംഗ് ടൈം ആകുന്നതിന് മുൻപും ഒരു സിഗ്നൽ കിട്ടും. അപ്പൊ ഈ 3 സമയങ്ങളിലായിരിക്കും സിഗ്നൽ കിട്ടുക. അതായത് എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പകുതി ടൈം എത്തുന്ന ടൈമിൽ, എൻഡ് ചെയ്യാറാകുന്ന ടൈമിൽ വാച്ചോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഉള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല എന്നറിയാം. അപ്പൊ ടൈം അറിയാനുള്ള യാതൊരുവിധ നിവൃത്തിയും കാര്യങ്ങളോ ഉണ്ടായിരിക്കില്ല അല്ലെ, നമ്മുടെ ഈ വാച്ച് ഒന്നുമില്ല. അപ്പൊ സിഗ്നൽ എങ്ങനെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ എക്സാം തുടങ്ങുമ്പോൾ, ഹാഫ് ടൈമിൽ, എൻഡ് ചെയ്യുമ്പോൾ ഈ 3 സിഗ്നൽസ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് റിങ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുക എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, അടുത്തത് ഹാഫ് ടൈം ആയി എന്ന് മനസ്സിലാക്കുക, എൻഡ് ചെയ്യാനുള്ള ടൈം ആയി എന്ന് മനസ്സിലാക്കുക. ദെൻ അറ്റൻഡൻസ് ഷീറ്റിൽ 2 തവണ ഒപ്പിടണം, സിഗ്നേച്ചർ ഇടേണ്ടതായിട്ടുണ്ട് നിങ്ങൾ. അതൊക്കെ അവർ പറഞ്ഞു തരും. ഇൻവിജിലേറ്റേഴ്സ് അറ്റൻഡൻസ് ഷീറ്റുമായിട്ട് വന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. എവിടെയാണ് സിഗ്നേച്ചർ ഇടേണ്ടത്, തമ്പ് ഇംപ്രഷൻ എവിടെയാണ്, തമ്പ് ഇംപ്രഷനുള്ള കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. അതിനുള്ളിലെ നമ്മുടെ വീട്ടിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡിൻ്റെ തമ്പ് ഇംപ്രഷൻ നമ്മൾ എവിടെ അഡ്മിറ്റ് കാർഡിൽ ഇട്ടിട്ട് പോകണം, അതല്ല അതിനുള്ളിൽ ചെന്നിട്ടും നമ്മൾ തമ്പ് ഇംപ്രഷൻ കൊടുക്കേണ്ടതുണ്ട്. അതിനുള്ള കാര്യങ്ങൾ, സീലും കാര്യങ്ങളൊക്കെ അവർ തന്നെ, പടരാത്ത മഷിയൊക്കെ നിങ്ങൾക്ക് അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അറ്റൻഡൻസ് ഷീറ്റിലെ കാര്യമാണ് പറയുന്നത്. അഡ്മിറ്റ് കാർഡിലുള്ള തമ്പ് ഇംപ്രഷൻ നിങ്ങൾ ഇട്ടിട്ട് തന്നെ എക്സാം ഹോളിലേക്ക് പോവുക. യെസ്, ഓക്കെ അല്ലേ? അതുപോലെ പറയുന്നുണ്ട് അറ്റൻഡൻസ് ഷീറ്റിൽ തമ്പ് ഇംപ്രഷൻ ഉള്ള പ്ലേസ് ഉണ്ട്. അപ്പൊ അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാൻ നമുക്ക് എക്സ്ട്രാ ഒരു ഫോട്ടോഗ്രാഫ് വേണം. അവിടെ നമ്മുടെ തമ്പ് ഇംപ്രഷനും കാര്യങ്ങളും ഒക്കെ ആവശ്യമുണ്ട്. അത് അവർ പ്രൊവൈഡ് ചെയ്യും. അറ്റൻഡൻസ് ഷീറ്റിൽ, അഡ്മിറ്റ് കാർഡിൽ, ഹോൾ ടിക്കറ്റിലുള്ളത് നിങ്ങൾ തന്നെ ഇട്ടിട്ട് പോവുക. ദെൻ അറ്റൻഡൻസ് ഷീറ്റിൽ 2 സിഗ്നേച്ചർ വേണം. ആ കാര്യം ഞാൻ പറഞ്ഞു ഓൾറെഡി. അതൊക്കെ ഇൻവിജിലേറ്റർ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിലൊന്നും ടെൻഷൻ വേണ്ട. യെസ്, ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് തരുമ്പോൾ, ക്വസ്റ്റ്യൻ പേപ്പർ തരുമ്പോൾ കറക്റ്റ് ആയിട്ട് കവർ പേജിൽ എഴുതിയിരിക്കുക 24 pages. അപ്പൊ അത്രയും പേജസ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ചിലപ്പോൾ 180 ചോദ്യങ്ങളിലെ ഒരു പേജ് വിട്ടുപോകാൻ പാടില്ലല്ലോ. നിങ്ങൾ 1 to 180 ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുള്ള കാര്യവും പേജ് കറക്റ്റ് അല്ല എന്നുള്ള കാര്യവും എൻഷുർ ചെയ്യുക മക്കളെ, ബുക്ക്ലെറ്റ് കിട്ടുമ്പോൾ തന്നെ. യെസ്, ദെൻ ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് നേരത്തെ കിട്ടുമല്ലോ, 145 കിട്ടും. അപ്പൊ എല്ലാ പേജസും എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ടോ എന്നുള്ള കാര്യം എൻ്റെ കുഞ്ഞുങ്ങൾ ഉറപ്പ് വരുത്തുക. ദെൻ എക്സാം ഹോളിൽ എത്താൻ പറ്റിയില്ല, കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റിയില്ല, ഒരു കാരണവശാലും റീ എക്സാം കണ്ടക്ട് ചെയ്യില്ല. കാരണം 25 ലക്ഷത്തോളം കുട്ടികൾ എഴുതുന്ന ഒരു എക്സാമിനേഷൻ ആണ്. റീ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യില്ല. സോ കറക്റ്റ് ടൈമിൽ തന്നെ എത്തുക. കഴിഞ്ഞതിന് മുൻപിലത്തെ വർഷം 24-ൽ ചില കുട്ടികൾക്ക് എക്സാമിനേഷൻ തുടങ്ങാൻ ലേറ്റ് ആയി. ദെൻ അവർക്ക് അതിന് എക്സ്ട്രാ ഗ്രേസ് മാർക്ക് കൊടുത്തു, പിന്നീട് അത് ക്യാൻസൽ ആക്കി റീ എക്സാം കണ്ടക്ട് ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു 24-ൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് അവിടുത്തെ കാരണവശാൽ, അവിടുത്തെ ഇഷ്യൂസ് മൂലമാണ് എക്സാം ഡിലേ ആയത്. പക്ഷെ നിങ്ങളുടെ ഇഷ്യൂസ് മൂലം, നിങ്ങൾക്ക് ബസ് കിട്ടിയില്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ മൂലം നിങ്ങൾ ലേറ്റ് ആയെങ്കിൽ ഒരു കാരണവശാലും NTA റീടെസ്റ്റ് നടത്തില്ല. മക്കള് 11-ന് തന്നെ എക്സാം ഹോളിൽ എത്താനാണ് ഞാൻ പറയുക. 11 മണിക്ക് തന്നെ എത്തുക.
അതാണ് ഏറ്റവും നല്ലത്. കാരണം ഫ്രിസ്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ബയോമെട്രിക് വെരിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. അതിനുള്ള ടൈം കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ 11 തന്നെ എക്സാം ഹോളിൽ എത്തുക. ഡയബറ്റീസ് ഉള്ള കുട്ടികളാണെങ്കിൽ സെന്ററിൽ നേരത്തെ തന്നെ ആ ഒരു കാര്യം എത്തി അതിൻ്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ NTA ഇൻസ്ട്രക്ഷൻ the candidate suffering from diabetes may be taken care at the center as per the instructions issued by NTA. അപ്പോൾ ഡയബറ്റീസ് ഉള്ള കുട്ടികളാണെങ്കിൽ അത് ജസ്റ്റ് നിങ്ങൾ അവിടെ എത്തുമ്പോൾ ഒന്ന് അറിയിക്കുക. നിങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. NTA ഇൻസ്ട്രക്ഷൻസ് സ്ട്രിക്ട്ലി അവർക്ക് കൊടുത്തിട്ടുണ്ട്. യെസ്, ദെൻ ഇതൊരു വീഡിയോഗ്രാഫ്ഡ് നീറ്റ് എക്സാം എന്ന് പറയുന്നത്, നീറ്റ് 2026 എന്ന് പറയുന്നത് വീഡിയോഗ്രാഫ്ഡ് ആയിരിക്കും. നീറ്റ് എക്സാം വീഡിയോഗ്രാഫ്ഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോഗ്രാഫ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫേസ് അപ്രൈറ്റ് വെച്ച് കറക്റ്റായിട്ട് ഇരിക്കാനാണ് അവർ പറയുന്നത്. ഓക്കെ, ദെൻ കാൻഡിഡേറ്റ് ഷുഡ് അഗ്രി ദ വീഡിയോഗ്രാഫി ഡ്യൂറിങ് ദി എക്സാമിനേഷൻ്റെ ടൈമിൽ വീഡിയോഗ്രാഫി ഉണ്ടായിരിക്കും, അത് നിങ്ങൾ എഗ്രി ചെയ്യണം. അപ്പോൾ അപ്രൈറ്റ് ആയിട്ട് ഇരുന്ന് കറക്റ്റായിട്ട് നിങ്ങളുടെ വിഷ്വൽ കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇതിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഒക്കെ എല്ലാ കാര്യങ്ങളും ഇൻവിജിലേറ്റേഴ്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ നിങ്ങളുടെ റോൾ നമ്പർ ഒക്കെ തെറ്റാണ്ട് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക മക്കളെ. ടെൻഷൻ ഒന്നും വേണ്ട, ടെൻഷൻ അടിച്ചാലാണ് മിസ്റ്റേക്സ് വരിക. അപ്പോൾ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കട്ടെ. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ എക്സാമിന് വരട്ടെ, അതൊക്കെ ഓർത്ത് വയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഏറ്റവും നന്നായിട്ട് എഴുതി നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്ലേസിൽ ഈ വർഷം തന്നെ നിങ്ങൾ എത്തിച്ചേരട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.